എൻജിൻ ചെറുതായിട്ടൊന്ന് പണി മുടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സൗണ്ട് ഒരല്പം പോയിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. കാരണം പറയാനുള്ള ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടും പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും വന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുഴുവൻ കാണാൻ മറക്കല്ലേ. ഒരു പെൺകുട്ടിയുടെ PG പഠനം പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ പുസ്തകം ഒരു 300 കോപ്പി ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് വേണ്ട അടയ്ക്കേണ്ട ഫീസിൻ്റെ അത്രയും എമൗണ്ട് മാത്രം നമ്മൾ കളക്ട് ചെയ്തു, അവൾക്ക് കൊടുത്തു. അവൾ PG കഴിഞ്ഞു, ഇപ്പോൾ B.Ed ചേരുന്നു. അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോകുന്നു. പക്ഷെ ഒത്തിരി പേര് അതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചും കൂടെ താ ചേച്ചി, പുസ്തകം വേണം എന്നൊരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കും മടിയായിരുന്നു. പക്ഷെ അവസാനം പറഞ്ഞ് ഞാൻ അതിൻ്റെ 2ാമത്തെ കോപ്പി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2ാമത്തെ പുസ്തകം ഇറക്കിയത് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു വരുമാനം എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊടുക്കാറില്ല. എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു കാശും സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചാനലിന് വേണ്ടി എടുക്കാറില്ല. അതെൻ്റെ എന്താ പറയുക, ഒരു തോട്ടാണ്. മാത്രമല്ല, നമുക്ക് നമ്മുടെ സാലറിയും ചിലവുകളും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ എമൗണ്ടും നമ്മൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അത് സർക്കാർ അംഗീകൃത അനാഥശാലകളിലും വൃദ്ധസദനങ്ങളിലും മാത്രമാണ് നമ്മൾ കൊടുക്കുക. പേഴ്സണലായിട്ടുള്ള സഹായം നമ്മൾ കൊടുക്കാറില്ല. അത് നമ്മളുടെ ഒരു പോളിസിയാണ്. പക്ഷെ ഇപ്രാവശ്യം പുസ്തകം ഇറക്കിയപ്പോൾ ഒരു 100-150 പേര് അത്യാവശ്യമായിട്ട് ചോദിച്ചു. അവർക്ക് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ചേച്ചി, ഞങ്ങൾക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് പക്ഷേ തരാൻ തൽക്കാലം കാശില്ല. വായനയെ നമ്മൾ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ആൾ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 100 പേർക്കോളം ഞാനത് ഫ്രീ ആയിട്ട് കൊടുത്തു. കൊടുക്കുന്തോറും പിന്നെയും എൻ്റെ നിന്ന് ചോദിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ 200 പുസ്തകം ഇപ്പം എൻ്റെ നിന്ന് പോയി. ഇനി എൻ്റെ ആകെ 150 പുസ്തകമേ ഉള്ളൂ. പക്ഷേ അതിലൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ 350 പുസ്തകമാണ് ഇപ്രാവശ്യം അടിച്ചേക്കുന്നത്. ഈ പറയുന്ന 350 പുസ്തകത്തിൻ്റെ വരുമാനവും ഈ പറയുന്ന വൃദ്ധസദനത്തിലേക്ക് കൊടുക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളവിടെ സ്ഥിരം പോകാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. 100 കോപ്പി ഓൾറെഡി അതിൻ്റെ കാശ് എൻ്റെ കയ്യിലുണ്ട്. ബാക്കി ഫ്രീ ആയിട്ടുള്ള 100 കോപ്പിയുടെ കാശ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. പ്രിന്റിംഗ് കാശ് എൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ. 10-20,000 രൂപ പോയിട്ടുണ്ട്. അതൊക്കെ പൊക്കോട്ടെ. പിന്നെ ആകെ 150 എണ്ണേ ഉള്ളൂ. ദയവിതിട്ട് ആരും എന്നോട് അത് ഫ്രീ ആയിട്ട് ചോദിക്കാതിരിക്കുക. ഒരു പുസ്തകം വായിക്കാനാണ് ചേച്ചിയുടെ പുസ്തകം വായിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞാൽ നോ എന്ന് പറയാനോ കാശ് ചോദിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം ഇതായതുകൊണ്ട് ദയവായിട്ട് സഹകരിക്കുക. ഞാൻ 150 ബുക്കേ ഉള്ളൂ. അതെങ്കിലും എന്താ പറയുക, ഈ ഒരു ആവശ്യത്തിനായതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ചിലർ എന്നോട് ചോദിച്ചു, എനിക്ക് മലയാളം വേർഷൻ മതി ചേച്ചി, ചിലർക്ക് എനിക്ക് ഇംഗ്ലീഷ് വേർഷൻ മതി ചേച്ചിന്ന്. അതിനുള്ള അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞാൻ എഴുതിയ മലയാളം അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് തർജ്ജമയാണ് ഇപ്പുറത്തുള്ളത്. അല്ലാതെ ഒരു പുസ്തകത്തിൽ മലയാളം ഒരു പുസ്തകത്തിൽ ഇംഗ്ലീഷും അല്ല. രജിസ്റ്റേർഡ് പോസ്റ്റ് ചാർജ് 65 രൂപയാണ്. അതടക്കം അതിൻ്റെ കവറും പാക്കിങ് അടക്കം 250 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. 250 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് എത്തും. അപ്പോൾ എൻ്റെ എക്സ്പെൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വിനീതമായിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഉദ്യമം മനസ്സിലാക്കുക. ഇതൊരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ആവശ്യത്തിനാണെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എല്ലാ പുസ്തകങ്ങളും ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എനിക്ക് ആകെ ഒരു ടെൻഷൻ, എൻ്റെ ഉദ്ദേശം ഇനി നടക്കാതെ വരും എന്നുള്ളൊരൊറ്റ സിറ്റുവേഷനിലാണ് ഞാൻ എന്താ പറയുക ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 150 പുസ്തകങ്ങളാണ്. ഈ ഒരു പർപ്പസിന് വേണ്ടിയും കൂടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സാലെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒരു ചിലവേ ആവുള്ളൂ. തീർച്ചയായിട്ടും അത് വലിയൊരു സ്ഥാപനത്തിൽ അനാഥരായിട്ട് ഉപേക്ഷിക്കപ്പെട്ട അച്ഛന്മാർക്കും അമ്മമാർക്കും ഉള്ള കുറച്ച് ദിവസത്തെ ചിലവിനുള്ളൊരു വകയാവും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങളുടെ സ്വന്തം അന്നമ്മ.